നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ ഇങ്ങനെ മാറി മാറി താമസിപ്പിച്ച് നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലുന്നതിന് എനിക്ക് കിട്ടുന്നത് മോക്ഷമാ. കാരണം ഇതൊരു പുണ്യപ്രവൃത്തിയാണല്ലോ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ വേണേ നിന്റെ കാല് പിടിക്കാം. എന്റെ മോളെക്കാൾ കൂടുതൽ പരിഗണന ഞാൻ എന്റെ വിഷ്ണുമോന് എന്നും കൊടുക്കാറുള്ളതാണ്. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ ഒരു ചതി അവന് സംഭവിച്ചെന്ന് പറയുന്നല്ലോ. എത്ര തല തല്ലിയാലും തീരാത്ത പാപമാണല്ലോ ദേവി എന്റെ മേല് വന്നിരിക്കുന്നത്. അമ്മേ, മോളെ, ഇതെന്തൊരിരിപ്പ അമ്മ ഇത്? മോളെ, അമ്മ എന്താ ഇത്? എന്റെ പൊന്നു മോളെ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായി കേൾക്കുന്നതൊക്കെ. എന്റെ കൈപ്പിഴ കൊണ്ട് അങ്ങനെ സംഭവിക്കുമോ? ഞാൻ ഇന്നും ഇന്നലെയും ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയതാണോ? ഇത്തിരി ഉപ്പ് കൂടി പോയിന്നെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇത് അന്നം കൊണ്ട് ജീവിതം ഉണ്ടാക്കിയവരല്ലേ നമ്മള്. ആ അന്നത്തിൽ നമുക്ക് ചതി കാണിക്കാൻ പറ്റുമോ? എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മോളെ. അമ്മ, സംഭവിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മ ഇങ്ങനെ കണ്ണീരും കയ്യുമായിട്ട് പൂജാമുറി കയറി ഇരുന്നിട്ട് എന്താ കാര്യം? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ. അമ്മ വന്ന് എന്തെങ്കിലും കഴിക്ക്. വാ. എങ്ങനെയാ കഴിക്കാൻ കഴിയാ? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ. എന്റെ കൊച്ചിനെ ഞാനായിട്ട് ഹോസ്പിറ്റലാക്കിയെന്ന് കേട്ടപ്പോ മുതല് നെഞ്ചിനകത്ത് എന്തോ കെട്ടി നിൽക്കുക. ഇനി ഇത് ഇറങ്ങണമെങ്കിൽ എന്റെ കുട്ടിക്ക് സുഖമായിന്ന് കേക്കണം. മോളെ, നീ വിഷ്ണുവിന് എങ്ങനെയുണ്ട്? എന്താ അവന്റെ അവസ്ഥ? അമ്മ, ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഛർദിച്ച് ഒരു പരുവായി. ഛർദിച്ചത് മുഴുവൻ ബ്ലഡും ആയിരുന്നു. ദേവി, ഇപ്പൊ അതിന്റെ ഒരു ക്ഷീണമുണ്ട്. ഡോക്ടർമാരും ഒരുപാട് കഷ്ടപ്പെട്ടു. അല്പം സുഖപ്പെട്ടപ്പം ചന്ദ്രബോസിനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന്. ഇപ്പൊ തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, നമ്മളോട് കൂറുള്ള പോലീസുകാര് അവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ ദേവി, ദാ ചായ. ഇപ്പൊ വേണ്ട ശാന്തേച്ചി, ഞാൻ പിന്നെ കുടിച്ചോളാം. അമ്മയെ പോലെ തന്നെ ഞാനും ഈ ഓട്ടത്തിനിടയ്ക്ക് ഒരല്പം വെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെക്കാം. ചൂടുവെള്ളത്തിൽ കുളിച്ചാ മോളുടെ ഈ ക്ഷീണം ഒക്കെ മാറും. ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോ വീണ്ടും അടുത്തത്. വിഷ്ണുവിനിപ്പോ മോശ സമയ. ഒന്ന് നോക്കിച്ചിട്ട് പരിഹാരം എന്താന്ന് വെച്ചാൽ അത് ചെയ്യണം. കഷ്ടകാല സമയത്താ കാരാഗ്രഹവാസവും ഇങ്ങനെയുള്ള ആശുപത്രി കേസും ഒക്കെ വരുന്നത്. ഭഗവാൻ കൃഷ്ണൻ പോലും കാരാഗ്രഹവാസം അനുഭവിച്ചില്ലേ അമ്മേ? അത് മാറും. സത്യം തെളിഞ്ഞ് തിരിച്ചു വരും. ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും തക്കതായ ശിക്ഷ കൊടുക്കണ്ടേ? അതിന് തിരിച്ചു വന്നേ ഒക്കൂ. കൊണ്ടുവരും ഞാൻ. ഊട്ടി ഉറപ്പിച്ച് മെരുക്കിയെടുത്ത് ചെയ്തവർക്കെതിരെ ആഞ്ഞടിക്കാൻ കൊണ്ടുവരും ഞാൻ. നീ എന്താ മോളെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട് പറയുന്ന പോലെ? ഈ ചതിക്ക് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈശ്വര, പിന്നെയും നീ എന്നെ ഭയപ്പെടുത്തുവാണോ? ഇത്രയും തകർന്ന അവസ്ഥയില് അവനെ ദ്രോഹിക്കാൻ പോലും ഒരുമിട്ടിറങ്ങിയവര് മനുഷ്യരാണോടി? മനുഷ്യര് തന്നെ. നല്ല ഒന്നാം തരം സ്യൂട്ടും കൂട്ടുവിട്ട മേലാളന്മാർ തന്നെ. പക്ഷെ അവർക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മുടെ കയ്യിലിപ്പോ തെളിവുകളില്ലാതെ പോയി.
അല്ലെങ്കിൽ തെളിവുകളെല്ലാം അമ്മയ്ക്കും എനിക്ക് നേരെ അവർ തിരിച്ചുവിട്ടു. ഭക്ഷണത്തിൽ വന്ന വിഷമൊക്കെ കാർത്തികയെ കാണാതെ അതിന്റെ തുടർച്ച മാത്രമാണമ്മേ. എന്തിനാ മോളെ അവരിതൊക്കെ ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാ അവരിങ്ങനെ വിഷ്ണുവിനെ ദ്രോഹിക്കുന്നത്? ഉത്തരം സിമ്പിൾ അല്ലേ അമ്മേ? അമ്മയിലൂടെ അമ്മ കൊടുക്കുന്ന ഭക്ഷണത്തിലൂടെ വിഷ്ണുവേട്ടൻ മരണപ്പെട്ട അവരവരുടെ 2 ശത്രുക്കളുടെ പതനമാ കാണുന്നത്. ഒന്ന് വിഷ്ണുവേട്ടൻ, പിന്നെ ഞാൻ. ഈശ്വര, ഇതറിയുമ്പോ സത്യമ്മ വെറുതെ ഇരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? അങ്ങനെ ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും ഒരുപാട് പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. ദയവായിട്ട് അമ്മേ എന്നെ ആ സമയത്ത് അവിടെ എത്തിച്ചത്. ഈശ്വര. അതുകൊണ്ട് ഒരാളുടെയും ഒരു പദ്ധതിയും നടന്നില്ല. മോളെ, ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവോ? കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശത്രുക്കൾ പ്രബലരാ. അവരേതു വഴിയും നോക്കും. പരാജയപ്പെടുത്താൻ അവര് നോക്കും. പരാജയപ്പെടാതിരിക്കാൻ നമ്മളും നോക്കണം. കാർത്തികയെ കണ്ടെത്തുന്നവരെ ഇതുപോലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ഈശ്വര. നമുക്ക് ചുറ്റും ഒരുപാട് മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടമ്മേ. ശക്തമായ ഒരു ബ്രെയിനും വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊരുക്കുന്ന കുഴികളിൽ വീഴാതെ അവർക്കെതിരെ പോരാടാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പൊ പെട്ടതുപോലെ നമ്മൾ ഇനിയും പെടും. എന്റെ ദേവി. എന്നെ എന്തിനാ ഇങ്ങനെയിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നേ? എന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? മോക്ഷം. നിന്നെ ഇങ്ങനെ മാറി മാറി താമസിപ്പിച്ച് നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലുന്നതിന് എനിക്ക് കിട്ടുന്നത് മോക്ഷമാ. കാരണം ഇതൊരു പുണ്യപ്രവൃത്തിയാണല്ലോ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ വേണേ നിന്റെ കാല് പിടിക്കാം. ഹാ, അപ്പൊ പിന്നെ എനിക്ക് മോക്ഷം കിട്ടേണ്ടി പോത്തെ. ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവർത്തികള് കൂട്ടി നോക്കിയിട്ടാ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നിന്നെപ്പോലൊരു ലോക ഫ്രോഡിനെ ശരിക്കൊന്ന് പെരുമാറിയിട്ട് വന്നാ എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗം തന്നെയാ. നീ ആരെയൊക്കെയാ വഞ്ചിച്ചതെന്ന് നിനക്കറിയാമോ? ആദ്യം നിന്നെ ജനിപ്പിച്ച നിന്റെ തന്തയും തള്ളേ. അവര് നിന്നെ ജനിപ്പിച്ചു എന്നൊരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നീ ചെയ്ത തെറ്റെന്താ? നിന്നെ സഹായിച്ച് നിന്റെ കഥകൾ മനസ്സിലാക്കി നിനക്ക് താങ്ങാനും തണലാവാനും അവസരം ഉണ്ടാക്കി തന്ന വിഷ്ണുവിനെ അവനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലേ? അത് തെറ്റല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.